കൊട്ടാരക്കരയിൽ പുലമൺ ഗോവിന്ദമംഗലം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകളേറെയായി. ഈ പാത സഞ്ചാരയോഗ്യമാക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ഇതുവരെ അധികൃതർ നിറവേറ്റാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി റെസിഡന്റ് അസോസിയേഷൻ പ്രതിഷേധ സമരം നടത്തി. നമുക്ക് ഇന്ന് ഇത്രയും വലിയ കൂട്ടായ്മ ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷം. ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ള അധികാരികൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മുടെ റോഡ് നന്നാക്കി തരിക എന്നുള്ള ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. ഇന്ന് ഈ പ്രതിഷേധം കൂട്ടായ്മയിലൂടെ പങ്കെടുക്കാനെത്തിയ എല്ലാവരും ഇത്രയും പേര് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടി നമ്മുടെ ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പുലമൺ നാടിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് എത്ര പ്രാധാന്യമേറിയതാണെന്ന് ഞാൻ വിസ്തരിക്കേണ്ട കാര്യമില്ല. ഈ റോഡിന്റെ ഈ ശോച്യാവസ്ഥ കാരണം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സവിസ്തരമായിട്ട് പ്രസ്താവിച്ചു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. തീർച്ചയായും സഞ്ചാരയോഗ്യമായ റോഡ് ഒരു പൗരന്റെ അവകാശം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ അവസ്ഥയിലായ ഇത്തരത്തിൽ ശോചനീയമായ ഈ റോഡിന്റെ അവസ്ഥ കണ്ടിട്ടും അധികാര കേന്ദ്രങ്ങളുടെ അനാസ്ഥയാണ് ഇത്തരം ഒരു വലിയ സംഗമം രാഷ്ട്രീയ ജാതി വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ ഇത്രയും ആളുകൾ ഇവിടെ സംഘടിച്ചതിന്റെ പിന്നിലെ കാരണവും മറ്റൊന്നുമല്ല, ഈ റോഡിൽ നിന്നുള്ള ബുദ്ധിമുട്ട് കാരണം തന്നെയാണ്. ഈ റോഡിന്റെ ഇത്തരം അവസ്ഥയ്ക്കൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ ഭരണകർത്താക്കൾ മീൻസ് MP ആയാലും മെമ്പർ ആയാലും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അവരുടെ എല്ലാം മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുവാനും നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഈ റോഡിന് വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണിത്. ഈ റോഡ് നന്നാക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇവിടെ ഉള്ളവരെ പോലെ തന്നെ ഞാനും ഈ റോഡിലൂടെ ഡെയിലി 3-4 പ്രാവശ്യം 2 വീലർ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് കൃത്യമായിട്ടും എനിക്കറിയാം. പക്ഷെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് മൊത്തം 8 വാർഡാണുള്ളത്. ഒരു വാർഡിന് കിട്ടുന്നത് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ 7 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ പുലമൺ 8ാം വാർഡിന്റെ ഒരു ഭാഗത്ത് ഒരു റോഡ് ചെയ്തു. ഞാൻ ഒരു വാർഡുകളെ പോലും ഉപേക്ഷിക്കുക എന്നുള്ള രീതിയില്ല. എല്ലാ വാർഡിലും ഏതെങ്കിലുമൊക്കെ ഫണ്ട് കൊടുത്ത് എല്ലാ വാർഡിലും എന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടാണ് പോകുന്നത്. നേരത്തെ ഇവിടെ സംസാരിച്ച പോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി 10 ലക്ഷം രൂപയുടെ ഫണ്ട്, ഫ്ലഡിന്റെ ഫണ്ട് ഈ റോഡിന് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വർക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാനോ കംപ്ലീഷൻ ചെയ്യാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. കൃത്യമായ സമയങ്ങളിൽ നമുക്ക് വാർഡുകളിൽ അത് പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മൾ വളരെയധികം ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള റോഡുകൾ നമ്മൾ ലിസ്റ്റ് വെക്കുകയും അതിന് എസ്റ്റിമേറ്റ് എടുത്തു കൊടുക്കുകയും അത് കൃത്യസമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഒരു മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന വാർഡാണ് ഈ 8ാം വാർഡ്, മൈലത്തിന്റെ ഒരു 8ാം വാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് ചേർന്ന് കിടക്കുന്ന റോഡുകൾ വെങ്കലത്ത് ഭാഗം റോഡ്, ഈ പുലമൺ മർത്തോമ ചർച്ച് ഭാഗം റോഡ്, അതുപോലെ ഗോവിന്ദമംഗലം ഭാഗം റോഡ്, ഇതെല്ലാം ഈ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഈ റോഡിന്റെ വികസനങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ ഇന്ന് കിടക്കേണ്ട ഒരു സാഹചര്യമാണ്. എങ്കിൽ അത്തരത്തിലല്ല ഇന്ന് പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പൊതുജനങ്ങളായിട്ടുള്ള ഈ വാർഡിലെ ജനങ്ങൾ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. റെയിൻബോ നഗർ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കുരിശടിക്ക് സമീപം പ്രതിഷേധ സംഗമം നടത്തിയത്. പുലമൺ കുരിശടി മുതൽ മർത്തോമ പള്ളി, കത്തോലിക്ക പള്ളി, അക്കിലഴികം വരെ പാത പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പത്തനാപുരം ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗമാണ് ഈ പാത. കൂടാതെ നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന സാഹചര്യത്തിൽ പത്തനാപുരത്തേക്കും പുനലൂരിലേക്കും വാഹനങ്ങൾ തിരിച്ചുവിടാൻ കഴിയുന്ന പാത കൂടിയാണിത്. 10ഓളം സ്കൂൾ ബസ്സുകളാണ് ഈ പാതയിലൂടെ സർവീസ് നടത്തുന്നത്.
കൂടാതെ ഓട്ടോറിക്ഷകളും ചെറുവാഹനങ്ങളും ഈ പാതയിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി നിരവധി തവണ അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടും പ്രയോജനമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകാൻ നാട്ടുകാർ തീരുമാനിച്ചത്.